ഹലോ, ഇത് റോബിനാണ്. നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു വീഡിയോയുമായി ഞാൻ എത്തിയിരിക്കുകയാണ്. യൂട്യൂബ് ചാനലിൽ എനിക്ക് വേണ്ടി പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്കെല്ലാം എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം ഓൺലൈനിൽ പൈസ ഉണ്ടാക്കുന്ന പുതിയൊരു രീതിയെക്കുറിച്ചല്ല. ഇന്ന് ഞാൻ നിങ്ങളുടെ ഇടയിലോട്ട് ഒരു അവബോധം കൊണ്ടുവരാൻ വേണ്ടി, ഗൂഗിൾ ആഡ്സൻസിനെ പറ്റി ഒരു അവബോധം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ എപ്പോൾ വെബ്സൈറ്റുകളിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന കാര്യം ചിന്തിച്ചാലും ഏറ്റവും ആദ്യം ഗൂഗിൾ ആഡ്സൻസിനെ പറ്റിയായിരിക്കും ചിന്തിക്കുക. ഗൂഗിൾ ആഡ്സൻസിൽ അക്കൗണ്ട് ഇപ്പോൾ പ്രസൻ്റ്ലി ഉള്ളവരും അത് യൂസ് ചെയ്യുന്നവരും അത് ഡിസേബിളായി പോയവരും എല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഗൂഗിൾ ആഡ്സൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ, അത് നിങ്ങൾക്ക് ഓരോ ക്ലിക്കിനും തരുന്ന എമൗണ്ട് അത്യാവശ്യം നല്ലതാണ്. അതായത് ചില ക്ലിക്കുകൾക്ക് $4 വെച്ച്, $2 വെച്ച്, $1 വെച്ച് അവരുടെ പേ ഔട്ട് നല്ലതാണ്. പിന്നെ ഗൂഗിൾ ഒരു അത്യാവശ്യം നല്ല വലിയൊരു കമ്പനിയാണ്. നിങ്ങൾക്ക് പേ ചെക്ക് കിട്ടുമെന്ന് ഉറപ്പ് നിങ്ങൾക്കുണ്ട്, റിലയബിളാണ്. പക്ഷെ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഗൂഗിൾ ആഡ്സൻസ് കൊണ്ടുള്ള കുഴപ്പങ്ങളാണ്, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സൻസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന കുറേ കുഴപ്പങ്ങൾ. ഗൂഗിൾ ആഡ്സൻസ് കൊണ്ടുള്ള കുഴപ്പങ്ങളെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഗൂഗിൾ ആഡ്സൻസ് അക്കൗണ്ടിന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ യൂഷ്വലി ഒരു മാസത്തോളം എടുക്കും ആ അക്കൗണ്ട് ഒന്ന് ആക്റ്റീവ് ആവാൻ, അല്ലെങ്കിൽ അപ്രൂവ് ആവാൻ ഗൂഗിളിൻ്റെ കയ്യിൽ നിന്ന്. അത്രയും സമയം എടുക്കും ഒരു അക്കൗണ്ട് ആക്റ്റീവായി നിങ്ങൾ ആ സർവീസ് യൂസ് ചെയ്യാൻ തുടങ്ങാൻ. അത് നിങ്ങളുടെ വെബ്സൈറ്റ് ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് വിസിറ്റ് ചെയ്യുന്നൊരു വെബ്സൈറ്റ് ആയാലും, ഒരു മനുഷ്യൻ വന്ന് വിസിറ്റ് ചെയ്യാത്തൊരു വെബ്സൈറ്റാണ് നിങ്ങൾക്കുള്ളതെങ്കിലും, നിങ്ങൾ ഗൂഗിൾ ആഡ്സൻസിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അത് റിവ്യൂ ചെയ്ത് അപ്രൂവ് ആവാൻ ഓൾമോസ്റ്റ് ഒരു മാസം എടുക്കും. ഓക്കെ, പോട്ടെ. വലിയ കമ്പനിയാണ് ഗൂഗിൾ, ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ വേറെ ഉണ്ട്. ഒരു മാസം കൊണ്ട് അപ്രൂവായി. നിങ്ങൾ ആ സർവീസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ സർവീസ് ആക്റ്റീവ് ആവാൻ നിങ്ങൾ ഒരു മാസം കാത്തിരുന്നു. കൃത്യം ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വാർണിംഗ് ഇമെയിൽ വരും. അവരുടെ ആ പോളിസിയായിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഒത്തുപോകില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഡ് പോസ്റ്റ് ചെയ്ത സ്ഥലം ശരിയായില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആഡ് പോസ്റ്റ് ചെയ്ത വെബ്സൈറ്റിൽ മൾട്ടിപ്പിൾ ക്ലിക്ക് വന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വാർണിംഗ് വരും. നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആക്കി കളയുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് മൈൻഡ് ചെയ്യാതെ വീണ്ടും നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് പോസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ വെബ്സൈറ്റ് മോഡിഫൈ ചെയ്യുക, അങ്ങനെ പലതും ചെയ്ത് നോക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ചില സമയത്ത് ഗൂഗിൾ ആഡ്സൻസ് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഗൂഗിൾ ആഡ്സൻസ് അക്കൗണ്ട് അങ്ങ് ഡിസേബിൾ ചെയ്ത് കളയും. അവർ നമുക്ക് മനസ്സിലാവാത്ത ഒരു എക്സ്പ്ലനേഷനും അതിന് തരും. നിങ്ങളത് ചെയ്തു അല്ലെങ്കിൽ ഇത് ചെയ്തു എന്നുള്ളത്, അതെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പറയില്ല. വ്യക്തമായിട്ട് അതെന്താണെന്ന് അറിയണമെങ്കിൽ ഒന്നുകിൽ അവരെ ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്പറിൽ വിളിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിലൊരു ആ ഇമെയിലിൻ്റെ അടിയിലൊരു ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സും ഉണ്ടാവും. പക്ഷേ ഇതുവരെ ഞാൻ പലരുടെ അടുത്ത് സംസാരിച്ചതും പലയിടത്ത് റിസർച്ച് ചെയ്തപ്പോഴും കണ്ടത്, വൺസ് നിങ്ങളുടെ ഗൂഗിൾ ആഡ്സൻസ് അക്കൗണ്ട് ഡിസേബിൾ ആക്കിയാൽ ഗൂഗിൾ, പിന്നെ നിങ്ങൾ പോയി നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് വീണ്ടും ആക്റ്റീവാക്കി തരാൻ റിക്വസ്റ്റ് കൊടുക്കുകയോ ചെയ്താലും അടുത്തൊരു മാസം കൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കും എന്നുള്ളതല്ലാതെ യൂഷ്വലി അവർ അപ്രൂവ് ആക്കി കൊടുക്കാറില്ല. അപ്പം ഒരു മാസത്തോളം കാത്തിരുന്ന് ഒരു ഗൂഗിൾ ആഡ്സൻസ് അക്കൗണ്ട് നിങ്ങൾ ആക്റ്റീവാക്കി എടുത്ത് 2 ആഴ്ച തികച്ചത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് യൂസാണ് ഇതുകൊണ്ടുള്ളത്? രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ 2 ആഴ്ച കൊണ്ട് ചിലപ്പോൾ $10, $15, $20 അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ട്രാഫിക് പോലെ ഇരിക്കും, വെബ്സൈറ്റിൽ എന്തോരം പേര് വരുന്നു എന്നുള്ളത് പോലെ ഇരിക്കും നിങ്ങൾ ഗൂഗിൾ ആഡ്സൻസിൽ നിന്ന് പൈസ ഉണ്ടാക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ഒത്തിരി വിസിറ്റേഴ്സ് ഉള്ളൊരു വെബ്സൈറ്റാണെന്നായിരിക്കും. അതിൽ നിങ്ങൾ ആ 2 ആഴ്ച കൊണ്ട്, അപ്രൂവ് ആയി കിട്ടിയ ആ 2 ആഴ്ച കൊണ്ട് നിങ്ങളൊരു $50 ഉണ്ടാക്കി, അല്ലെങ്കിൽ $60 നിങ്ങളുടെ ആഡ്സിൻ്റെ പൈസ ആഡപ്പായി ഗൂഗിൾ അക്കൗണ്ടിൽ കിടപ്പണമെന്ന് വിചാരിക്കും. ഇവർ ഡിസേബിൾ ചെയ്യുമ്പോൾ ആ ഉണ്ടായിരുന്ന ബാലൻസ് എത്രയാണോ, $50, $60, അത് അവരങ്ങ് എടുക്കും. ആ പൈസ പോലും നിങ്ങൾക്ക് കിട്ടില്ല.
അപ്പോൾ നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്ക് മൊത്തം വേസ്റ്റ്. അതായത് നിങ്ങൾക്ക് പൈസയും കിട്ടുന്നില്ല, നിങ്ങൾ 1 മാസത്തോളം കാത്തിരുന്ന് അപ്രൂവ് ആയി കിട്ടിയ അക്കൗണ്ട് 2 ആഴ്ച കൊണ്ട് ഡിസേബിൾ. പിന്നെ നിങ്ങൾക്കത് യൂസ് ചെയ്യാനും പറ്റില്ല. രണ്ടാമത് നിങ്ങൾ റീഅപ്ലൈ ചെയ്ത് അക്കൗണ്ട് ആക്റ്റീവ് ആക്കാൻ ശ്രമിച്ചാലും അവർ വേറെ എന്തെങ്കിലും ഉടൻ ന്യായം പറഞ്ഞ് അത് അങ്ങനെ തന്നെ ഇടും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഗൂഗിൾ ആഡ്സെൻസ് ഇങ്ങനെ ആയതുകൊണ്ട് ഗൂഗിൾ ആഡ്സെൻസിന് പകരം നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, ഗൂഗിൾ ആഡ്സെൻസിനുള്ള ഓൾട്ടർനേറ്റീവ് എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഇലീവേഴ്സ് എന്ന് പറയുന്ന ഈ കമ്പനി, ഇതിനെപ്പറ്റി ഞാൻ ഇതിനു മുമ്പും പല വീഡിയോസിലും സംസാരിച്ചിട്ടുണ്ട്. അവരും ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയാണ്. അവരായിട്ട് എനിക്ക് അക്കൗണ്ട് ഉണ്ട്. ഇവരുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞവരുള്ള മൾട്ടിപ്പിൾ ക്ലിക്കുകളോ അങ്ങനെയൊക്കെ ഉള്ളതെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ആ മൾട്ടിപ്പിൾ ക്ലിക്കിന് പേ ചെയ്യാതിരിക്കുകയുള്ളൂ, നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആക്കി കളയില്ല. പിന്നെയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് നിങ്ങളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇൻ 24 hours നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി 24 മണിക്കൂർ കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഇവരുടെ കയ്യിൽ നിന്ന് പരസ്യങ്ങളെടുത്ത് നിങ്ങളുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഞാൻ സമ്മതിക്കുന്നു, ഗൂഗിൾ ആഡ്സെൻസിനേക്കാളും പേ ഔട്ട് കുറവാണ് ഇവർക്ക്. ഗൂഗിൾ ആഡ്സെൻസ് ഒരു ക്ലിക്കിന് $2 $3 വെച്ച് നിങ്ങൾക്ക് പേ ചെയ്യുമ്പോൾ ഇതിന് കിട്ടുന്നത് 10 സെൻറ്റ് 7 സെൻറ്റൊക്കെ ആയിരിക്കും. സെൻറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ, അതായത് 7 പൈസ 10 പൈസയൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത്, ഇവർ നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആക്കി കളയില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാം. ഞാനിപ്പോൾ മെയിനായിട്ട് ഇവരുടെ ഇതിൽ നിന്നാണ് ആഡ്സ് എടുത്ത് എൻ്റെ വെബ്സൈറ്റുകളിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം അതുകൊണ്ടേ കാര്യമുള്ളൂ. കാര്യം, നിങ്ങളുണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് തൊടാൻ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജോലി ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഈ ലീവേഴ്സ്.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് ആഡ്സ് എടുക്കുക, നിങ്ങൾ അവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അവിടുത്തെ പരസ്യങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കുക. ഗൂഗിൾ ആഡ്സെൻസ് ഒത്തിരി ഫേമസ് ആയതുകൊണ്ട് ആരോട് ചോദിച്ചാലും എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കുകയുള്ളൂ. പക്ഷേ മനസ്സിലാക്കുക, അതിൻ്റെ പുറകിൽ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. 1 മാസത്തോളമുള്ള കാത്തിരിപ്പ്, വളരെ സൂക്ഷ്മതയോടുകൂടെ അവരുടെ പേജസ് കണക്കിനുള്ള പോളിസി ഉണ്ട്. അത് മൊത്തം വായിച്ച് മനസ്സിലാക്കി ആ പോളിസി അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ആ ആഡ്സെൻസ് അക്കൗണ്ട് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിച്ചാൽ 2 ആഴ്ച കൂടുതൽ ആ അക്കൗണ്ട് പോവില്ല, അതിന് മുമ്പ് ഡിസേബിൾ ആയി പോകും. ഡിസേബിൾ ആയാൽ നിങ്ങൾക്കത് റീആക്ടിവേറ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഈ ലീവേഴ്സിൽ വരിക, സൈനപ്പ് ചെയ്യുക, അവരുടെ കയ്യിൽ നിന്ന് പരസ്യങ്ങളുടെ HTML കോഡ് കോപ്പി ചെയ്ത് കൊണ്ടുപോയി നിങ്ങളുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വേറെ കാര്യം, ഇതിൻ്റെ പേയ്മെൻറ്റ്, ആദ്യത്തെ പേയ്മെൻറ്റ് എനിക്ക് പേപ്പാലിലാണ് വന്നു. ആദ്യത്തെ പേയ്മെൻറ്റ് എന്നല്ല, അവർ പേ ചെയ്യുന്നത് പേപ്പാൽ വഴിയാണ്. പക്ഷേ ആദ്യത്തെ പേയ്മെൻറ്റ് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ പേയ്മെൻറ്റ് വരുന്നത് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ ലീവേഴ്സ് എന്ന് പറയുന്ന ഈ ഓൺലൈൻ കമ്പനി, ഈ മാർക്കറ്റിംഗ് അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയുടെ ഓണർ ഒരു ഇന്ത്യൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയായിരിക്കുമായിരിക്കും, അറിയില്ല. അപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നാണ് എനിക്ക് ആദ്യത്തെ പേയ്മെൻറ്റ് വന്നത്. അതിൽ ഒരു ഇന്ത്യക്കാരൻ അത് ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇനിയും തുടർന്നുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ എന്തിനെങ്കിലും പറ്റിയൊക്കെ ഉണ്ടാവും. എപ്പോഴും പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ പറ്റി തന്നെ ആയിരിക്കണമെന്നില്ല, എന്നാലും ആളുകൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ പറ്റി ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.